ഈ ഒരു ഡ്രസ്സ് നല്ല അടിപൊളി ക്രേപ്പ് ഫാബ്രിക് മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഈ മെറ്റീരിയൽ ഞാൻ മീഷോന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും അറിയുന്ന കൂട്ടുകാർക്ക് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫാബ്രിക്കാണ് ഇത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 മീറ്റർ ഉണ്ട് കേട്ടോ. നമുക്കിത് കോഡ് സെറ്റ് മോഡലിൽ അടിക്കാം, അതുപോലെ നമുക്കിത് അനാർക്കലി മോഡൽ, അങ്ങനെ ഏത് ടൈപ്പിൽ വേണമെങ്കിലും അടിക്കാം. അപ്പോൾ സ്റ്റിച്ചിങ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ മീഷോന്ന് ഇതുപോലത്തെ ക്രേപ്പ് മെറ്റീരിയൽ വാങ്ങി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പം ഞാനിതാ അതിന് വേണ്ടി കറക്റ്റായ ഒരു ടോപ്പ് എടുത്ത് വെക്കുക. അതിനുശേഷം നമുക്ക് എന്തൊക്കെയാം, ആ തുണി നമ്മളെ ടോപ്പിൻ്റെ ഇറക്കം കറക്റ്റ് അളവെടുത്തതിന് ശേഷം 4 മടക്കാക്കിയിട്ട് ഇതുപോലെ നമ്മളെ ടോപ്പ് കറക്റ്റ് രീതിയിൽ മടക്കി അങ്ങ് അതിൻ്റെ മേലെ കൂടി വെച്ച് ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്കങ്ങ് അടയാളപ്പെടുത്തി എടുത്താൽ മതി കേട്ടോ. കഴുത്തും കൈക്കുഴിയും അതുപോലെ തന്നെ നമ്മുടെ സ്ലിറ്റ് വരുന്ന ആ ഭാഗമൊക്കെ ഒന്ന് ചോക്ക് വെച്ച് അടയാളപ്പെടുത്തി ആ ഒരു ലെവലിൽ കട്ട് ചെയ്തെടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ. ഇനിയിപ്പോൾ സ്റ്റിച്ചിങ് അറിയാത്തവരാണെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് നമുക്ക് തയ്യൽ മെഷീൻ അല്ലെങ്കിലും നമ്മൾ കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന മെഷീൻ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ടോപ്പ് അടിക്കാൻ ശരിക്കും ഒരു 20 മിനിറ്റ് മതി കേട്ടോ എനിക്ക്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചത്. അപ്പം നല്ല കളറായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് നമുക്ക് അനാർക്കലി മോഡൽ ആയിട്ട് തയ്ച്ച് കഴിഞ്ഞാലും നല്ല സൂപ്പറായിരിക്കും. പിന്നെ നമുക്ക് വേണ്ട മോഡലും കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിൽ നോക്കി പഠിക്കാൻ പറ്റും. ഓരോ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് അതിൻ്റെ സ്റ്റൈലും എങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യുന്നതും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ എന്തും കിട്ടും. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ചിങ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളെ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം സ്റ്റിച്ചിങ് ഒക്കെ പഠിക്കൂ.